സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടിയും ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടി പൊടിച്ചതാണ്. അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. പിന്നീട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉലുവ ഡയറക്റ്റ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ചേർക്കാതാണ് ഈ സമയത്ത് അടിക്കേണ്ടത്. തക്കാളിയിലുള്ള വെള്ളമയം കൊണ്ട് നമുക്ക് ഈ രീതിയിലൊന്ന് അരഞ്ഞു കിട്ടും. ഇനി മാത്രമേ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കത്തുള്ളേ. വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇങ്ങനൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളെല്ലാവരും മീനെ പല ടൈപ്പിലും കറി വെക്കാറുണ്ട്. ഉലുവപ്പൊടിയും തക്കാളിയും കാശ്മീരി ചില്ലിയും എല്ലാം ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് ഈ മീനിൻ്റെ ചാറിന് നല്ല കൊഴുപ്പായിരിക്കും. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത്. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ഇനി എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കേണ്ടതാണ്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ വഴറ്റിയെടുക്കുമ്പോൾ പൊടികളൊക്കെ മൂത്ത് കിട്ടാൻ താമസം വരും. ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവയും കൂടി ഇട്ട് മൂപ്പിക്കാം. ഉലുവയും മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ കൂട്ടത്തിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മീൻകറി വെക്കാൻ പറ്റും. ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് എണ്ണയിൽ നല്ലവണ്ണം കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം വഴറ്റി എണ്ണ തെളിയുന്നിടം വരെ ഇത് മൂപ്പിച്ചെടുക്കണേ. ഇങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒട്ടും തന്നെ കൂടുതലാകാത്ത രീതിയിൽ അരച്ചെടുക്കേണ്ടത്. ഇത് നല്ലവണ്ണം സാവധാനത്തിൽ ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടിക്കോളും. അല്ല അതിനൊത്തിരി സമയമൊന്നും പിടിക്കത്തില്ല. ഒരു 2 മിനിറ്റ് നമ്മൾ വഴറ്റി കഴിയുമ്പോഴത്തേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് തന്നെ മൂത്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമാകാതെ കുറച്ച് ഒരു 1/2 കപ്പ് 1/4 കപ്പ് ആദ്യം ഒഴിച്ച് നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് വേണം പൊടികളുടെ അളവും വെള്ളത്തിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് കുറവാണ് വെള്ളം. കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മീൻ കിടന്ന് വെന്ത് കിട്ടേണ്ടതാണല്ലോ. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഉപ്പും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. മീൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും നമ്മൾ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് 2 കഷ്ണം പുളിയുടെ ആവശ്യമേ ഉള്ളൂ. അതും കൂടി ഇട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി ഒരു ലിഡ് കൊണ്ട് അടച്ച് ഇനിയും ഈ ചാറൊന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചാറെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തവിയുണ്ട ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്ത് നമ്മൾ നോക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 അയലയാണ് ചേർത്ത് കൊടുക്കുന്നത്.
മീൻ തിളച്ച ചാറിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം തവി കൊണ്ട് ഒന്ന് ഇളക്കി ഒരു ലിഡ് കൊണ്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലിഡ് കൊണ്ട് ചട്ടി നമുക്ക് അടച്ചു വെക്കാം. 2-3 മിനിറ്റിന് ശേഷം 4 മിനിറ്റിന് ശേഷം നമ്മൾ ലിഡ് മാറ്റി നോക്കുമ്പോൾ മീൻ നല്ലവണ്ണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഈ മീൻകറി കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ചാറെല്ലാം കുറുകി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. ബാച്ചിലേഴ്സിനും കുക്കിംഗ് തുടങ്ങിയ കുട്ടികൾക്കും എല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറിയാണ് ഇത്. അപ്പത്തിനും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് ഇത്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.